back to our new video. Friday. Corona കാലത്ത് നമുക്ക് എവിടെയും പോകാൻ പറ്റില്ലല്ലേ? പപ്പ ഒരു ടോയ് വാങ്ങിത്തന്നു. പപ്പനടുത്ത് പൈസ ഇല്ല ഈ കൊറോണ കാലത്ത്. നമുക്ക് ജോലിയിൽ നമുക്ക് കുറെ ഇതൊക്കെ വാങ്ങാലോ. നമുക്ക് കോഡിനടുത്തല്ലോ. അത് നല്ല ഐഡിയ ആണ്. നമുക്ക് ഇങ്ങനെ ചെയ്യാം. അങ്ങനെ ചേച്ചിക്ക് കോടിക്ക് കേൾക്കാൻ പറ്റില്ല. എനിക്കൊരു ഐഡിയ കിട്ടി. എന്താ നമുക്ക് കത്തിൽ എഴുതിയാല കോഡ് നമ്മള് എന്തായാലും എവിടെയെങ്കിലും പോയിട്ട് കിട്ടിയെങ്കിൽ നമുക്ക് കോഡൊക്കെ അറിയണം. കോഡിന് കത്ത് എഴുതാനും അഡ്രസ് ഉണ്ടാവും. കോഡിനെല്ലാം അറിയില്ല. അപ്പൊ എന്ത് അഡ്രസ് നമുക്ക് എന്റെ ഗോഡ് നമുക്ക് കത്തി എഴുതി കൊടുത്തെങ്കിൽ ഗോഡ് ടോയ്സ് തരും. ഗോഡ് ഫുള്ള് തരും. നമുക്ക് സ്റ്റോൺ പേപ്പർ കളിച്ചാലാ. അപ്പൊ നമുക്ക് ആരാ നോക്കാം കത്തെഴുതാം. ഇവിടെ പെൻസിൽ വരും, ഇവിടെ പേപ്പർ വരും. ഓക്കെ സ്റ്റോൺ പേപ്പർ സീസർ ഷൂ അതല്ല. സ്റ്റോൺ പേപ്പർ സീസർ ഷൂ അതെന്താ? സ്റ്റോൺ പേപ്പർ സീസർ ഷൂ. സ്റ്റോൺ പേപ്പർ സീസർ ഷൂ. ഓക്കെ നീ തട്ടി ഞാൻ നീതാ. ഫെഡറല് മുത്തൂറ്റ് എന്താ ഈ മുത്തൂറ്റിന്റെ ദിവസം 4 വെച്ചാണല്ലോ. കമ്പനി അടിച്ചു പോവോ? ഒരു കത്ത്, ദൈവത്തിന് കത്തോ? ആരപ്പ ഇത് ഒന്ന് തുറന്നു നോക്കാനോ? ഇക്കാലത്തൊന്നും അല്ലേ ജീവിച്ചു പോണത്. പ്രിയപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, കൊറോണ കാരണം ഞങ്ങൾക്ക് പുറത്തു പോകാനും പറ്റുന്നില്ല. പപ്പയ്ക്കാണെങ്കിൽ ജോലിയുമില്ല. ഞങ്ങൾക്കാണെങ്കിൽ ഉള്ള ടോയ്സ് കളിച്ചും അടുത്ത്. ഞങ്ങൾക്ക് ടോയ്സ് വാങ്ങാൻ വേണ്ടി ഒരു 1000 രൂപ അയച്ചു തരുമോ? ദൈവത്തോട് ചോദിച്ചാൽ എല്ലാം തരുമെന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. എന്താ സാബിത്തെ രാവിലെ തന്നെ ഒരു ചിരിയാണല്ലോ? അല്ല മാഡം, ഇതൊരു കത്താ. ദൈവത്തിന് കത്തയച്ചതാ. ആരായി പറഞ്ഞു ചെയ്തത്? ഒരു പിള്ളേരാ. ടോയ്സ് വാങ്ങാൻ അവർക്ക് കാശ് വേണമെന്ന് പറഞ്ഞു. ഒരു 1000 രൂപ അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. മക്കൾ എത്ര നിഷ്കളങ്കരല്ലേ? അതെ, ഇപ്പൊ എന്താ ചെയ്യാ? 1000 രൂപ ചോദിച്ചാൽ എന്തായാലും ഞാൻ ഒരു 800 രൂപ ഞാൻ എന്റെ വക ഇട്ട് കൊടുക്കാൻ പോവാം. വീണ്ടും ദൈവത്തിന് കത്തോ? ഇവന്മാരിത് തൊഴിലാക്കിയോ? ഞങ്ങളുടെ ദൈവത്തിന് നന്ദി. നല്ല പിള്ളേരാ. നന്ദി പറയാൻ വേണ്ടിയാ. ദൈവം അയച്ച പൈസ കിട്ടി. ഞങ്ങൾ ടോയ്സൊക്കെ വാങ്ങി നല്ല സന്തോഷത്തിലാണ്. പക്ഷേ ആ പോസ്റ്റ്മാൻ ദുഷ്ടനാണ്. ദൈവം അയച്ച 1000 രൂപയെന്ന് അയാൾ 200 രൂപ കമ്മീഷൻ അടിച്ച് 800 രൂപയാണ് ഞങ്ങൾക്ക് തന്നത്. അയാളുടെ തലയിൽ ഇടുത്തി വീഴണേ.